നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈനയിൽ ഡോൾഫിൻ ചുഴലിക്കാറ്റ് ആഞ്ഞു വീശുകയാണ്. ഭീതി പരത്തി വീശിയടിക്കുകയാണ് ഡോൾഫിൻ ചുഴലിക്കാറ്റ്. ജപ്പാനും മറികടന്ന് ഈ ഒരു ചുഴലിക്കാറ്റ് ജപ്പാനും കടന്ന് ചൈനയിലേക്ക് അടുക്കുന്നു. മഴ കനക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷ മുൻനിർത്തി തായ്വാനിലെ 2 വിമാനത്താവളങ്ങൾ 1300ഓളം വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തു. ഷാങ്ഹായിലെ ഹോങ്കിയാവോ, പുഡോങ് വിമാനത്താവളങ്ങൾ 60% സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. കാറ്റിന്റെ സ്വാധീനത്താൽ വടക്കൻ തായ്വാനിൽ മഴ ശക്തമാകുകയാണ്. തായ്വാന്റെ തലസ്ഥാനമായ തായ്പേയിൽ ഉൾപ്പെടെ കനത്ത മഴയുണ്ട്. തായ്ഷോ നഗരത്തിൽ നിന്ന് 3 കോടിയോളം ആൾക്കാരെയും ഷാങ്ഹായിൽ നിന്ന് 3 ലക്ഷം പേരെയും ഒഴിപ്പിച്ചു. ഫെറികളും ക്രൂയിസുകളും റദ്ദാക്കിയതായി ഷെജിയാങ്ങിലെ അധികൃതർ അറിയിച്ചു. ഡോൾഫിൻ ചുഴലിക്കാറ്റ് കിഴക്കൻ ചൈനയിൽ ആഞ്ഞടിക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ജനങ്ങളെ വലിയ രീതിയിൽ ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. നഗരത്തിൽ നിന്ന് 10 ലക്ഷത്തിലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച കാറ്റ് ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് സെജിയാങ് പ്രവിശ്യയിലെ യുഹുവാനിൽ കരതൊട്ടത്. ചുഴലിക്കാറ്റിനെ തുടർന്ന് മേഖലയിലെ ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായി സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഷാങ്ഹായിൽ മാത്രം 1400-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരണമെന്ന് പ്രാദേശിക ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡിസ്നിലാൻഡ്, ലെഗോലാൻഡ് തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാരങ്ങൾ അടച്ചുപൂട്ടി. സംസ്ഥാനത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും തിങ്കളാഴ്ച രാവിലെയോടെ ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞു. അതുകൊണ്ട് ട്രോപ്പിക്കൽ സ്റ്റോമായി മാറിയ സാഹചര്യത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വെല്ലിങ്ങിൽ 9 വയസ്സുകാരനെ കടലിൽ കാണാതായി. ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് വ്യാജ വീഡിയോകളും ചിത്രങ്ങളും AI ഉപയോഗിച്ച് നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫിലിപ്പീൻസ്, തായ്വാൻ, ജപ്പാനിലെ ഒക്കിനാവ എന്നിവിടങ്ങളിൽ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടമാണ് വിതച്ചിരിക്കുന്നത്. എന്തായാലും ചൈനയെ വിറപ്പിക്കാൻ ഡോൾഫിൻ ചുഴലിക്കാറ്റ് ചുഴറ്റിയെത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നടക്കുന്ന വാർത്തയാണ് ചൈനയിൽ നിന്നും പുറത്തു വരുന്നത്. അതേസമയം നമുക്കിനി കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കാം. മഴ മുന്നറിയിപ്പ് അടക്കം വിശദമായി നോക്കാം. വരുന്ന 3 മണിക്കൂറിൽ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി കാറ്റിനും സാധ്യതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പൊന്നുമില്ല. പക്ഷേ ഇന്നലെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടായിരുന്നു. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരം കാപ്പൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ വരെയും, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും, തൃശൂർ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയും ഈ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ 1.0 മുതൽ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് നാളെ രാത്രി 11:30 വരെ 1.4 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ള സാഹചര്യത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നത്. ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം. ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് ലക്ഷദ്വീപ് പ്രദേശം, അതിനോട് ചേർന്ന സമുദ്രഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്കൻ ശ്രീലങ്കൻ തീരം, തെക്ക്
തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മാത്രമല്ല 13-ാം തീയതി വരെ സൊമാലിയ തീരം, ഒമാൻ തീരം, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. 13-ാം തീയതി വരെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്കൻ ശ്രീലങ്കൻ തീരം, തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മേൽ പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല, ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതേസമയം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്ക് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. 12 വരെയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ ഫലമായി നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തിയായി കാറ്റ് വീശാനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾക്കുള്ള നിർദ്ദേശം കൂടി നോക്കാം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അധികൃതരുടെ നിർദ്ദേശപ്രകാരം ആ ക്യാമ്പുകളിൽ മാറേണ്ട സാഹചര്യമാണെങ്കിൽ മാറുക. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. ഈ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നദികൾ മുറിച്ച് കടക്കരുത്. എപ്പോഴും പറയാറുള്ളതാണ്, നദികൾ മുറിച്ച് കടക്കരുത്, അത്തരത്തിലുള്ള അബദ്ധങ്ങളൊന്നും ചെയ്യരുത്. നമ്മുടെ കേരളത്തിൽ മഴ ശക്തമാണ്, മഴക്കെടുതികളും അതുപോലെ ഒരു വശത്തുണ്ട്. അപ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തി സുരക്ഷിതരായിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.